കാണണ്ടായിരിക്കും. ഇതൊരു ട്രയലാണ് കേട്ടോ. ഇതൊരു ട്രയലാണ്. ട്രയൽ പറഞ്ഞാൽ നമ്മൾ ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രയലാണ്. ഈ സൈഡിലൊരു കാണുന്നത്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിമ്മിനി ഡാം. നമ്മളൊരു തേർഡ് ടൈമാണല്ലേ? സെക്കൻഡ് ടൈമാണല്ലേ? ഇപ്പം മഴ വന്നപ്പോൾ വീണ്ടും ഓരോ സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. സോ മഴ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ കുതിരാമല കടന്നപ്പോൾ നമുക്ക് ഗ്യാരണ്ടി കിട്ടിയായിരുന്നു. പക്ഷെ ഭയങ്കരമായി ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളവിടെ പട്ടിക്കാടുന്ന് ലെഫ്റ്റ് എടുത്തു. കൊൽമത്തുനിന്ന് വരുമ്പോൾ പട്ടിക്കാടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി എടുക്കും തോന്നുന്നു. അരമണിക്കൂർ. നമ്മളിപ്പോൾ ബീച്ച് ഡാമിൻ്റെ ഭ്രാന്ത പ്രദേശത്ത് എത്തിയിട്ടില്ല. ഇപ്പൊ സാധാരണ പ്രദേശത്താണ് ഉള്ളത്. കുറെ കഴിഞ്ഞാൽ ഇതെന്താണ് കമ്പനിപ്പടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോന്ന് അറിയില്ല. എത്താൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ആ, അത് നമ്മൾ വീഡിയോ എടുത്തിട്ട് വേറെ കാണിക്കണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ എന്തായാലും ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. വീഡിയോയിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്തായാലും ഇതൊരു ട്രയൽ വീഡിയോ ആണ്. നമുക്ക് അവിടെ എത്തിയിട്ട് വേറെ ഇതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കട്ട് ചെയ്തോ. ഒരു 30 സെക്കൻഡ് കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചോ. എന്തായാലും എന്തായാലേ കാറായ കാര്യം നല്ല സുഖമല്ലേ. ഇപ്പോൾ മഴയും നനയുണ്ടാവും, ഒന്നും ചെയ്യണ്ട, സംസാരിച്ചിട്ട് പോകും. മറ്റേത് ഹെൽമെറ്റ് വിട്ടാൽ ഒന്നും കേൾക്കൂല അല്ലേ? എൻജോയ്മെന്റ് പറഞ്ഞാൽ കുറെ കഷ്ടം. ബഡ്ജറ്റ് നോക്കാൻ പാടില്ല. നമ്മളിപ്പോ നേരെ പോയ PC ഡാം എത്തുമോ? ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വഴിതെറ്റി PC ഡാമിന്റെ ഉള്ളിലേക്ക് പോയി. PC ഡാമിൽ ഇപ്പൊ മാപ്പ് ഇട്ടിട്ട് ഏതോ കാട്ട് വഴി കൂടെ പോയി. PC ഡാം അല്ല, ഷിബിൻ തന്നെ ഇട്ട ചിമ്മിനി ഡാം തന്നെയായിരുന്നു ലൊക്കേഷൻ. ഞങ്ങൾ മാപ്പ് നോക്കാതെ മുന്നോട്ട് പോയപ്പോൾ PC ഡാം ബോർഡ് കണ്ടിട്ടും തിരിച്ചറിയാതെ അതിൻ്റെ ഉള്ളിൽ പോയി. ഞാൻ സന്തുഷ്ടനാണ്. കാരണം PC ഡാമിൽ പോയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റി അവിടെ പോയപ്പോൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ചിമ്മിനി ഡാമിൽ ലോക്കൽ റൂട്ട് വഴി കൂടെ, കാട്ടുവഴി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഉണ്ടായിരുന്നു. ഇപ്പൊ പോകുന്നത് ഒരു കാട്ടുവഴി എന്ന് പറയാം. മെയിൻ റോഡല്ല, പക്ഷേ കാറൊക്കെ ഓടുന്ന റൂട്ട്. വഴി കാണിച്ചു കൊടുക്കുമോ? നിങ്ങൾ കണ്ടു തൃപ്തിയാണ്. നോക്കുക, ഇതില് ഒരു കുഴികളൊക്കെ നോക്കുക, അടിമുട്ടും വേറെ വണ്ടിയാണ്. ഇതുവരെ വലിയൊരു കുഴി പോലും വന്നിട്ടില്ല. ഇത് സ്വാഭാവികമായ റോഡുകൾ കാണുന്ന മലമ്പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ റോഡിൽ കുഴിയൊന്നുമില്ല. റബ്ബർ തൊടി. കേരളത്തിൽ ഇത്തരം റോഡുകൾ കാണിച്ചിട്ട് കുഴിയുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബിൻ കേരളത്തിൽ കുഴിയുള്ള റോഡുകൾ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കുഴി എന്നല്ല പറയണ, ഒരു കാട്ട് വഴി. ശരി, കാട് സ്ഥലത്തിനെ കുറിച്ച് ഞാൻ അധികം പറയില്ല. നമുക്ക് നമുക്കിനി ലൊക്കേഷനിലോട്ട് പോകാം. ഗൈസ്, നമ്മളെ അവസാനമായിട്ട് ചിമ്മിനി ഡാമിന്റെ മെയിൻ റോഡ് തുടക്കത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു വഴി തെറ്റി, ലക്ഷ്യം തെറ്റി പല റൂട്ടുകളിലൂടെ പോയി നമ്മളിപ്പോൾ ആ റൂട്ടിലേക്ക്, അതായത് സാധാരണ വരുന്ന റൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡ് അടിപൊളിയാണ്. റോഡിന്റെ വൃത്തി കണ്ട് ഷിബിൻ സന്തുഷ്ടമായ റോഡ്, ഹൈവേ പോലത്തെ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ള 4-5 ദിവസമായിട്ട് മഴ പെയ്യുന്നത് കാരണം ഭൂമി തളിർത്ത് പച്ചപ്പ് നിറഞ്ഞിരിക്കുകയാണ്. റോഡ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. പുറത്ത് തണുപ്പുണ്ടോന്നും അറിയില്ല, എന്തായാലും വണ്ടിയിൽ നല്ല തണുപ്പുണ്ട്. കുറയ്ക്കാം. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ വനം വകുപ്പിന്റെ അധീനതയിലുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാട്ടാനകൾ വരും. ആനിമൽ ക്രോസിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലുള്ളത് ഈ വാക്കുകളിൽ മുൻകൂട്ടി കണ്ടുപിടിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ല. വഴി നിങ്ങൾ കണ്ടു നോക്കൂ. കാട്ട് വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കണ്ടോ, നിങ്ങൾ കണ്ടോ? ഇത്ര അതിമനോഹരമായ റൂട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു.
എത്തിക്കണം. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോഡാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും വരണം, കാരണം ഇതൊരു നല്ലൊരു നോക്കൂ, നല്ല ലാൻഡ്സ്കേപ്പാണ്, ഫുള്ള് നല്ല റോഡാണ്. അവസാനം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഒരു കാട്ടുമുക്കിലാണ് പാർക്കിങ്, 3 ലെവലിൽ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ കുറച്ച് ഫൈനലി നമ്മളിവിടെ എത്തി. ഇവിടെ ഒരു കഫറ്റേരിയ ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വൈബുള്ള സ്ഥലങ്ങൾ. ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ മഴ വന്നാലേ കുറച്ച് സെറ്റാവുള്ളൂ കൊണ്ട് ഞങ്ങൾ മഴ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മഴ വരൂ ഇല്ലേന്ന് നമുക്ക് കണ്ടറിയണം. പ്രജിത്ത് ഇവിടെ സൈഡായിട്ടുണ്ട്. ഊഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇവിടെ കണ്ട മീൻ പിടിക്കാൻ പോകണ ബോട്ടൊക്കെ കണ്ട, അതൊരു നല്ലൊരു ഫ്രെയിം ആണ്. ഇവിടെയാണ് സംഭവം നടക്കുന്നത്. കണ്ട കൊട്ടവഞ്ചിയിൽ നമ്മൾ ഒരു 1 2 3 4 കൊട്ടവഞ്ചി ഇവിടെ. പിന്നെ ഈ സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളൊരു ബോട്ട് കണ്ടോ, ഇതൊരു നല്ലൊരു വ്യൂ, ഇതൊരു നല്ലൊരു ഫ്രെയിമാണ്. എൻ്റെ ക്യാമറ പോരാ. ഈ ഊഞ്ഞാലിന് വേണ്ടി ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഊഞ്ഞാൽ. നമ്മൾ അവിടെ നിന്ന് കണ്ട തോണിയില്ലേ, ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടാണ്. അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഭയങ്കര കുറവാണ് ഇപ്പോൾ, അത് തന്നെ സേഫ്റ്റി ഉണ്ട്. കണ്ട കുട്ടികളെ അവിടെ കളിക്കുന്ന ചെറുതായിട്ട്, ഹൈറ്റ് ഇല്ല, വെള്ളം ഭയങ്കര കുറവാണ്. നല്ല മഴക്കാലമൊക്കെ ആയിട്ട് കുറച്ച് കൂടിയിട്ട് വേണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ കാട്ടാനകൾ നടന്നു പോകണ കണ്ടു. പക്ഷേ ഇപ്രാവശ്യം ഒരു പശു പോലും ഇല്ല. കോടയൊന്നും അല്ല അത് എനിക്ക് തോന്നുന്നത് അത് മേഘങ്ങളാണ്. കൊട്ടയുടെ ഫോട്ടോ എടുക്കണം. കമഴ്ത്തി വെച്ചല്ല. പകലിന്റെ തിരിമെല്ലി താഴുമ്പോൾ ഗ്രാമൻ മിഴി പൂത്തുമ്പോൾ പാടം കൊയ്യുമ്പോൾ പാടം പനന്തത്തെ തീയും പോരാവതൂരേ കിടത്തിരി പുഴയൂര് കിടത്തിരി 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 കടന്നോ ഇനിയും തിരിയും. മറ്റേ നമ്മുടെ യൂട്യൂബ് വീഡിയോ തന്നെ. ഉണ്ട്, നല്ല വെളിച്ചമുണ്ട്. അങ്ങനെ അവസാനത്തെ വഞ്ചിയും ഇവിടെ എത്തിയിരിക്കുന്നു. തിരിക്കണില്ല. അത് മറ്റേ തിരിച്ചിടുന്ന വീഡിയോ കിട്ടണം എനിക്ക്. പറഞ്ഞോ. അങ്ങനെ നമ്മുടെ ചിമ്മിനി ഡാമിന്റെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പുതിയ വ്ളോഗായിട്ട് തിരിച്ചു വരുന്നവരെ ചിരിക്കേണ്ട ആവശ്യമില്ല. അതിമനോഹരമായ ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പോയത്. അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പോയില്ലേ, പക്ഷെ ഞാൻ വീണ്ടും വന്നു, കാരണം ഈ വ്യൂ കാരണമാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് നിങ്ങൾക്ക് നിങ്ങളുടെ സായാഹ്നം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയെന്ന്. ഈ പാത കുറച്ചുകൂടി നീണ്ടു പോയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന വിധത്തിൽ അതിസുന്ദരമായ ഒരു സൺസെറ്റ് വ്യൂ ആണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഷിബിൻ ഡ്രൈവിംഗ് പ്രോ മോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈളം കാറ്റ്, കാറിനകത്ത് AC ഞങ്ങളെ ജിൽ 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 മോഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് കവറേജ് കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിലോട്ട് ഞങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തുന്നില്ല.
സോ വ്യൂ നിങ്ങളത് കണ്ട് എൻജോയ് ചെയ്യുക. അല്ല, നിങ്ങൾ അഥവാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഓഫ്ലൈനിൽ കുറച്ച് പാട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കൊണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മള് USB കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. മനോഹരമായ ഒരു സൺസെറ്റ് അത്രക്ക് വേണോ ആംഗിള്. നിങ്ങൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ആളാണെങ്കിൽ സൺഡേ ലഞ്ചിന് ശേഷം വീക്കെൻഡ് ഡ്രൈവിന് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണിത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കൂടുതലും മൺസൂൺ സീസണിലായിരിക്കും ഈ സ്ഥലം അതിമനോഹരമായിരിക്കുക. കാരണം കൊട്ടവഞ്ചി, ഈ രണ്ട് സൈഡിലും മരങ്ങൾ, ഫുള്ള് ഗ്രീനറിയാണ്. പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.